ഹായ് ഫ്രണ്ട്സ്, നന്ദിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുടംപുളി ഇട്ട് വെച്ച മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു 7 ചെറിയ ഉള്ളി, 7 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എല്ലാം കൂടെ ചെറു തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റുക. കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എല്ലാം കരിഞ്ഞു പോകരുത്, ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ 3 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്, അതാകുമ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞിരിക്കും. 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉലുവ, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതീയിലൊന്ന് വറുത്ത് കൊടുക്കണം. ഉലുവാപ്പൊടി അധികം കൂടരുത്. 3 കുടംപുളി, 3 കഷ്ണം, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കണം. ഇത് കറിക്ക് ടേസ്റ്റ് കൂടുക ഇങ്ങനെ ചെയ്താൽ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നു കഴിയുമ്പം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉള്ള വെള്ളം മതി. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഗ്രേവി തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇച്ചിരി ലൂസായിട്ട് വേണ്ടവർക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കാം. ഞാനതിലേക്ക് കേരച്ചൂരയാണ് ഇന്ന് ഇടുന്നത്. ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ കറി വെക്കാം. മീനിട്ട് കഴിഞ്ഞിട്ട് അധികം ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരാങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പുളിയും ചേർക്കാൻ പറ്റും, അധികം പുളി വേണ്ട, 3 ഇത് മതി. ഈ ഫിഷ് കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.